സൂപ്പർ ഹൈലൈറ്റർ ആണ്. കല്യാണം അല്ലേ? ഗുഡ് മോർണിംഗ്. ഇപ്പോ ഇന്ന് ഡേ 2 ആണ്. സമയം 4:47 മോർണിംഗ്. ദിസ് ഇസ് ഹരി. സോ ആദർശന് അറിയില്ല അഞ്ജന ഉണ്ടെന്ന്. ആദർശന് നമ്മള് ഗ്രൂം ടു ബി കൊടുക്കാൻ പോവാണ്. ഗ്രൂം ടു ബി അല്ല, ആക്ച്വലി അഞ്ജനയുണ്ട്. സോ കപ്പിൾ ടു ബി ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ അതിന് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇവിടെ എല്ലാവരും ഗെറ്റിംഗ് റെഡി ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോയ്സ്ചറൈസർ കെ ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ആയിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ തന്നെ കുറച്ചൊരു ഗ്ലോ കിട്ടും. ഫസ്റ്റ് നമ്മൾ ടോണർ ഫേസിൽ ഇടണം. മോയ്സ്ചറൈസർ ഇട്ടു. ഇനി ബീച്ചിലാണ് നമ്മൾ പോണത്. സോ സൺസ്ക്രീൻ ഈസ് മസ്റ്റ്. ഞാൻ ഇവിടെ എടുക്കണത് UV ഡോക്സിന്റെ SPF 50 ടിന്റഡ് സൺസ്ക്രീൻ ആണ്. സോ ഫൗണ്ടേഷന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. സൺസ്ക്രീൻ ഇട്ടു. ഇനി നമുക്ക് കൺസീലൊക്കെ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഹലോ ഗായ്സ്. സോ ഞങ്ങള് കപ്പിൾ ടു ബിക്ക് റെഡി ആയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും ഉണ്ട്. ഗൗരി, രാഗി, ഹരി, നമ്മുടെ ബ്രൈഡ് അഞ്ജന ഉണ്ട്. ആദർശ് അവിടെ എത്തും. ലച്ചു, പിന്നെ നമ്മുടെ രാഹുലേട്ടൻ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ഇനി ബീച്ചിൽ ചെന്നിട്ട് കാണാം. നമ്മൾ ഇവർക്ക് ഭയങ്കര സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവര് സർപ്രൈസ് ആവണം, അല്ലെങ്കിൽ ഞങ്ങൾ ആക്കിപ്പിക്കും. ഓക്കെ, അതെ, അവൾക്കറിയാം. അവന് കുറച്ചൊരു ഐഡിയ അങ്ങനെ. ഓക്കെ, നമ്മളെല്ലാവരും കൂടി വന്നത് ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ കായലുമുള്ള താന്നി ബീച്ചിലാണ്. അവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ല ബ്യൂട്ടിഫുൾ സൺറൈസ് കണ്ടു കേട്ടോ. എപ്പോഴും സൺറൈസ് നമ്മളെ ഭയങ്കര കാമാക്കും അല്ലേ? റോഡ് സൈഡിലൊക്കെ ആകെ വേസ്റ്റ് ഇട്ടേക്കാണ്. അതൊന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും അല്ലേ? സോ നമ്മൾ ബീച്ച് എത്താറായി. അഞ്ജനെ നോക്കട്ടെ, ഇതാണ് നമ്മുടെ കുട്ടി. പിന്നില് ഹരി, ദിസ് ഇസ് ഗൗരി. ഗൗരി എപ്പോഴും കണ്ണട വെച്ചിട്ടിരിക്കുന്നു, അന്തയാണ്. എല്ലാവരും എന്റെ മേക്കപ്പിനെ കുറിച്ച് റിവ്യൂ പറയുന്നതാണ്. ഞാനാണ് അവർക്ക് ഹൈലൈറ്റർ ഒക്കെ ഇട്ടെടുത്തത്. അവളുടെ ഗ്ലോ നോക്ക്, ഹൈലൈറ്റർ. ഇതിലും വലിയ കെ ബ്യൂട്ടിക്ക് റിവ്യൂ കിട്ടാനില്ല. സൂപ്പർ ഹൈലൈറ്റർ ആണ്. എല്ലാരും ഭയങ്കര അഞ്ജനേനെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഹായ്. സോ നമ്മള് ബീച്ചിലെത്തി. ഡെക്കോറൊക്കെ ചെയ്യണുള്ളൂ. സോ ഇപ്പൊ ഇവിടെ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹായ് പറയും. ഞങ്ങളുടെ ഒരേ ഒരു കണ്ണിലുണ്ണിയായ ആദർശിന്റെ കല്യാണമാണ്. ഞങ്ങള് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തൊരു മൊമെന്റ് ആണ്. ഇവിടെ മേക്കപ്പിന്റെ ബീച്ചില് ടൈംലി ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമുക്ക് ഡെക്കോറൊക്കെ ചെയ്ത് തന്നത്. ഗ്രൂം ടു ബി അല്ല ആക്ച്വലി നമ്മൾ കൊടുക്കണത്, കപ്പിൾ ടു ബി ആണ്. മീൻസ് രണ്ടുപേരും കൂട്ടിയിട്ട്. പക്ഷെ ആദർശന് ഇപ്പോഴും അറിയില്ല നമ്മുടെ കൂടെ അഞ്ജന ഉണ്ടെന്ന്. ഇടയിൽ അവന് സൂചന എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നിയെന്നുണ്ടെങ്കിലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് ഇതാക്കി. സോ ഇപ്പൊ അവന് തീരെ അറിയില്ല, ഒരു ഡൗട്ടും ഇല്ല. അഞ്ജനേനെ കാറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒളിപ്പിച്ചിരിക്കുകയാണ്. സോ അവനൊരു സർപ്രൈസ് കൊടുക്കണ പോലെ ഞങ്ങൾ കണ്ണൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. പിന്നെയാണ് അഞ്ജനേനെ നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, സോ അതാണ് നമ്മുടെ പ്ലാൻ. നമുക്ക് നോക്കാം. ഡെക്കോർ അവർ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഈ ടീമിന്റെ പേരെന്താ ലച്ചു? ടൈംലി ട്രീറ്റ്സ്. കൊല്ലം
ആണ് അവരുടെ ഇൻസ്റ്റ പേജിലെടുത്ത് നോക്കിയത്. പിന്നെ നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങി. ബീച്ചിൽ നല്ല വെയിലൊക്കെ ആയിരുന്നു. സോ ക്യാമറ ഫിക്സ് ചെയ്ത പൊസിഷൻസ് ഒന്നും ശരിയല്ല. പ്ലസ് ഫോട്ടോഷൂട്ടും ഉണ്ടായിരുന്ന കാരണം ക്യാമറക്കാരെ ഡിസ്റ്റർബ് ചെയ്യാത്ത തരത്തിൽ ഞാനൊരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ട്രൈപോഡ് കൊണ്ട് ഫിക്സ് ചെയ്ത്. സോ ലോങ് ഷോട്ടാണ് ഫുള്ള് കിട്ടിയത് കേട്ടോ. ബട്ട് ഞാൻ ലാസ്റ്റിൽ എല്ലാവർക്കും ഞങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള വീഡിയോ ആക്കിയത് കാണിച്ചു തരാം. അടിച്ചു പൊളിച്ചു ഞങ്ങൾ എന്തായാലും. ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. ആദർശം ആകെ ഞെട്ടിപ്പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ ഇന്നലെ വീഡിയോയിൽ കണ്ടില്ലേ ഞങ്ങളുടെ പ്രാക്ടീസ്. സോ അതിൻ്റെ റീല് ഞങ്ങൾ ബീച്ചിൽ ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ വെയിലൊക്കെ കാരണം ആകെ ഫ്ലോപ്പായിപ്പോയി. സാരല്ല, നമുക്ക് കുറച്ച് ഫോട്ടോസ് കണ്ടാലോ. സൗഹൃദങ്ങൾ പങ്കുവെച്ച് ഹൃദയവാതിൽ നാം തുറന്നേ, പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ. ദൂരെ ആകാശ തണലിൽ തനിച്ചിരിക്കാം, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ. ഓ മൈ ഫ്രണ്ട്, നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. ഓ മൈ ഫ്രണ്ട്, നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം.